വടകര ഇത്തവണ LDF-നൊപ്പം നിൽക്കുമെന്ന് RJD സ്ഥാനാർത്ഥി MK ഭാസ്കരൻ 24നോട്. RMPയെ പരാജയപ്പെടുത്തുമെന്നും MK ഭാസ്കരൻ പറഞ്ഞു. RJD സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വടകരയിൽ RJD ഇക്കുറി അംഗത്തിനിറക്കിയിരിക്കുന്ന MK ഭാസ്കരനെയാണ്. പാർട്ടിയുടെ RJDയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം തത്സമയം നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. വടകരയിൽ സ്ഥാനാർത്ഥിയാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പോരാട്ടമാണ്. അപ്പം എങ്ങനെ കാണുന്നു? ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്ന് പറയുന്നത് കുറേ കൂടി ഉത്തരവാദിത്തമാണ്. നേരത്തെ നഷ്ടപ്പെട്ട മണ്ഡലമാണ്. അത് തിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ഞാനാണ് വിശ്വസിക്കുന്നത്. ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളിലെത്തിച്ചാൽ തീർച്ചയായും വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മറ്റൊന്ന്, താങ്കൾ അവിടെ നേരത്തെ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അത്തരത്തിലുള്ള പ്രാദേശികമായ കുറേ ഘടകങ്ങൾ അനുകൂലമാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും. ഞാനിവിടെ 3 പ്രാവശ്യം പ്രസിഡൻ്റായിട്ടുണ്ട്. ഒരു പ്രാവശ്യം സ്റ്റാൻഡിംഗ് വൈസ് ചെയർമാനായി, ഒരു പ്രാവശ്യം ബ്ലോക്കിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെയുള്ള എൻ്റെ അനുഭവങ്ങൾ കരുത്താവുമെന്ന് ഞാൻ കരുതുന്നു. ഈ RMP രമ ഫാക്ടർ അവിടെ ഇടതുമുന്നണിക്ക് ഇനി തിരിച്ച് പിടിക്കാൻ പറ്റാത്ത വിധം ശക്തമാണോ? അവരെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ? പ്രത്യേകിച്ചും RMP ഒരു ഘടകമല്ലേ? അതൊന്നും വലിയ കാര്യമായിട്ട് കാണുന്നില്ല. കാരണം ഇടതുപക്ഷ മുന്നണിയുടെ കരുത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. RMP ഒരു ഘടകമല്ല. RMPയുടെ തലത്തിൽ ഘടകമാണ്. പക്ഷേ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുമ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നില്ല. താങ്ക് യു. ആശംസകൾ. വളരെ കൃത്യമായി തന്നെ വലിയ ആത്മവിശ്വാസമാണ് RJD സ്ഥാനാർത്ഥി വടകരയിൽ പ്രകടിപ്പിക്കുന്നത്. അതിൽ 2 കാര്യങ്ങളാണ്. RMP ചില പ്രദേശത്ത് സാന്നിധ്യമാണെങ്കിലും പൊതുവിൽ ഇടതുമുന്നണി ശക്തമായൊരു പോരാട്ടം കാഴ്ചവെച്ചാൽ വിജയിക്കുമെന്നാണ് MK ഭാസ്കരൻ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അനൂപ് നായർക്കൊപ്പം ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.